بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى. أما بعد فأوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. صدق الله العلي العظيم. ഏറ്റവും സ്നേഹം നിറഞ്ഞ അഹ്ലു സുഫ ഹദീസ് പഠനവേദിയിലെ മുഹിബ്ബീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളും കബൂൽ ചെയ്യട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഹദീസ് അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ താബ ഖബ്ല അൻ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ താബല്ലാഹു അലൈഹി. വിശുദ്ധമായ ഈ ഹദീസാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളായ നമ്മിൽ നിന്ന് തൗബ സ്വീകരിക്കാൻ വേണ്ടി ഏത് സമയവും തയ്യാറായി നിൽക്കുകയാണ്. മനുഷ്യ സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് വിശ്വാസികൾ, ഈ ദുനിയാവിൽ രക്ഷപ്പെടുന്നതിനേറെ അവരുടെയൊക്കെ ആഗ്രഹം പരലോകം രക്ഷപ്പെടുക എന്നുള്ളതാണ്. ഇവിടെ കഷ്ടപ്പെട്ടാലും ആഖിറം വെളിച്ചമാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരായ സ്വഹാബത്തുൽ കിറാമിനിക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. 3 കാര്യം നാശത്തെ വലിച്ചു കൊണ്ടുവരികയും 3 കാര്യം രക്ഷപ്പെടുത്തുന്ന സംഗതികളുമാണ്. മനുഷ്യരെ രക്ഷപ്പെടുത്തുന്ന 3 കാര്യം: ഫൽഅദ്ലു ഫിർറിളാ വൽ ഗളബ്, ദേഷ്യം വരുമ്പോഴും സന്തോഷം വരുന്ന സമയത്തും നീതി ചെയ്യാൻ ഉള്ള പ്രേരണയുണ്ടാവുക. അത് ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ്. മഹാന്മാരായ ആളുകൾ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ദേഷ്യം വരുമ്പോഴും അതല്ലെങ്കിൽ സന്തോഷം വരുന്ന സമയത്തും നീതിയോടെ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് നേടിയെടുക്കുക. അത് മനുഷ്യനെ രക്ഷപ്പെടുത്തുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്: യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹ്. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരാവണം. ശുഹദാ ബിൽ ഖിസ്ത്, നീതിയുടെ സാക്ഷ്യം വഹിക്കുന്നവരുമാകണം. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലൂ. ഒരു വിഭാഗം ആളുകളോടുള്ള ശത്രുത നിങ്ങൾ അവരോട് നീതികേട് ചെയ്യാതിരിക്കാൻ, നീതി കാണിക്കാതിരിക്കാൻ കാരണമാവരുത്. എന്നിട്ടാണ് അല്ലാഹു പറയുന്നത്: ഇഅ്ദിലൂ, നിങ്ങൾ നീതി ചെയ്യണേ. ഹുവ അഖ്റബു ലിത്തഖ്വാ, അല്ലാഹുവിനെ സൂക്ഷിക്കാൻ ഏറ്റവും നല്ലത് അതാണ്. ഏറ്റവും നിങ്ങളെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്നത് ആ മാർഗമാണ്. നിങ്ങൾ ഒരാളോട് ദേഷ്യം വെക്കുന്ന സമയത്ത്, നിന്റെ സുഹൃത്തിനോട് അല്ലെങ്കിൽ നിന്റെ സഹപാഠിയോട്, നിനക്ക് വേണ്ടപ്പെട്ട ആളുകളോട് ദേഷ്യം വരുമ്പോൾ ഒരു രീതിയും സന്തോഷം വരുമ്പോൾ മറ്റൊരു രീതിയും സ്വീകരിക്കരുത്. വിശുദ്ധ ഖുർആൻ അതിലേക്ക് എതിരാണ്. മാത്രമല്ല, സ്വന്തക്കാരായ ആളുകൾ വല്ലതും ചെയ്താൽ ഒരു പ്രശ്നവുമില്ല. മറ്റുള്ളവർ ചെയ്താൽ അത് പ്രശ്നമായി കാണുന്ന ആളുകൾ നമ്മിലുണ്ട്.
അതും ശരിയല്ല. അതാണ് പറഞ്ഞത്, നല്ല സമയത്തും ദേഷ്യം വരുന്ന സമയത്തും നിങ്ങൾ നീതിയുടെ പക്ഷത്ത് നിൽക്കാൻ കഴിയണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്, വഅയ്മുല്ലാഹ് ലൗ അന്ന ഫാത്തിമത ബിൻത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സറഖത് ലഖതഅതു യദഹാ. മുഹമ്മദിന്റെ മകൾ ഫാത്തിമ കട്ടാലും മഅദല്ലാഹ്, അല്ലാഹുവിനോട് കാവൽ തേടുകയാണ്, കാട്ടാൽ പോലും ഞാൻ അവളുടെ കൈ മുറിച്ചു കളയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വന്തക്കാരിയായാൽ പോലും എൻ്റെ മകൾ പോലും തെറ്റ് ചെയ്താൽ ഞാൻ ശിക്ഷിക്കും, നീതിയുടെ പക്ഷത്ത് നിൽക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാവണം. നമ്മുടെ മക്കൾ ചെയ്താലും മറ്റുള്ളവർ ചെയ്താലും ഒരേപോലെ തെറ്റിനെ തെറ്റായി കാണാൻ, ശരിയെ ശരിയായി കാണാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന രണ്ടാമത്തെ കാര്യം വൽ ഖസ്ദു ഫിൽ ഫഖരി വൽ ഗിനാം. നല്ല ഐശ്വര്യമുള്ള സമയത്തും ദാരിദ്ര്യമുള്ള സമയത്തും മിതത്വം പാലിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ടാകുന്ന സമയത്തും മിതത്വം ആവശ്യമാണ്, സമ്പത്തില്ലാത്ത സമയത്തും മിതത്വം ആവശ്യമാണ്. മഹാൻ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ്ശയാത്തീൻ. ദുർവ്യയം ചെയ്യുന്ന ആളുകൾ പിശാചിന്റെ സഹോദരന്മാരാണ്. വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറാ. പിശാചാണെങ്കിൽ അവൻ്റെ റബ്ബിനോട് ഏറ്റവും കൂടുതൽ നന്ദികേട് ചെയ്യുന്നവനുമാണ്, ധിക്കാരം ചെയ്യുന്നവനാണ്, ധിക്കാരിയാണവൻ. നമ്മുടെ കയ്യിൽ ഐശ്വര്യം വന്നുകൂടുമ്പോൾ അമിതമായി ചെലവഴിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത് ശരിയല്ല. ഇസ്ലാം അതിനെ വെറുക്കുകയാണ്, സത്യവിശ്വാസിക്ക് യോജിച്ചതുമല്ല. അവർ പിശാചിന്റെ അനുയായികളാണെന്നാണ് ഖുർആൻ പറഞ്ഞത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ ഏത് സമയത്തും മിതത്വമായി ആവശ്യത്തിൽ, എന്നാൽ തീരെ ചെലവഴിക്കാതിരിക്കൽ അതും പിശുക്കാണ്. പിശുക്ക് വന്നാൽ അത് അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. ولا تجعل يدك مغلولة إلى عنقك ولا تبسطها كل البسط എന്നാണ് ഖുർആൻ പറഞ്ഞത്. നിന്റെ കയ്യിനെ നിന്റെ പെരടിയിലേക്ക് നീ കൂട്ടിക്കെട്ടി വെക്കരുത് എന്ന് പറഞ്ഞാൽ ഒന്നും ചെലവഴിക്കാതെ എല്ലാം പിടിച്ചു വെക്കുക, എല്ലാം നിന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ എന്ന് കരുതുന്ന രീതി അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. എന്നാൽ വലാ തബ്സുതുഹാ കുല്ലൽ ബസ്ത്, അതങ്ങനെ തന്നെ വിശാലമായി ചൊരിഞ്ഞു കൊടുക്കാനും അനുവദിക്കുന്നില്ല. രണ്ടിൻ്റെയും ഇടയിൽ മിതത്വം പാലിക്കുക, അത് രക്ഷയുടെ മാർഗമാണെന്ന് വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഹദീസിൽ പറയപ്പെട്ട മൂന്നാമത്തെ കാര്യം, രക്ഷയുടെ മാർഗങ്ങളിൽ മൂന്നാമത്തെ കാര്യം വഖശ്യത്തുല്ലാഹി ഫിസ്സിർരി വൽഅലൻ, രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. സ്വന്തമായി നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ ആരുമില്ല കാണാൻ, ആ സമയത്ത് പോലും അല്ലാഹുവിനെ സൂക്ഷിക്കുക. പരസ്യമായിട്ട് എല്ലാവരും നമ്മെ കാണുന്നുണ്ട്, വീക്ഷിക്കുന്നുണ്ട്, ആ സമയത്തും അല്ലാഹുവിനെ സൂക്ഷിക്കുക. അതാണ് രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ വഴിപ്പേടിച്ച് ജീവിക്കുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വലാ തഖറബുൽ ഫവാഹിശ മാ ളഹറ മിൻഹാ വമാ ബതൻ, ചീത്ത കാര്യങ്ങളിൽ നിന്ന് പരസ്യമായതിനെയും രഹസ്യമായതിനെയും അതിനോടൊന്നും നിങ്ങൾ അടുത്തു പോവരുത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്.
മാത്രമല്ല ഇന്നല്ലദീന ഹും മിൻ ഖശിയതി റബ്ബിഹിം മുശ്ഫിഖൂൻ, തീർച്ചയായും ഒരു വിഭാഗം ആളുകൾ അല്ലാഹുവിനെ അവരുടെ റബ്ബിനെ അവർ ഭയപ്പെട്ട് മുശ്ഫിഖൂന നടുങ്ങി ജീവിക്കുന്ന ആളുകളാണ്, വല്ലാതെ പേടിച്ച് ജീവിക്കുന്ന ആളുകൾ. അവർക്ക് അല്ലാഹുവിൻ്റെ മുമ്പിൽ പ്രത്യേകമായ സ്ഥാനമുണ്ടെന്നാണ് ഖുർആൻ പറയുന്നത്. അത്തരം വിഭാഗം ആളുകൾ ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ, നല്ല കാര്യങ്ങളിൽ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകൾ, നല്ല കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ അതിൽ വേഗത കൂട്ടി വരുന്നതാണ്. അവർ എങ്ങനെയെങ്കിലും ഒന്ന് മുൻകടക്കാൻ കഴിയുമോ? സ്വർഗത്തിൻ്റെ വഴിയല്ലേ, അതിൽ ഏറ്റവും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ കഴിയുമോ എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ആളുകളാണവർ. നമ്മളും അത്തരം രീതി സ്വീകരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട്. അല്ലാഹുവിലേക്ക് നമ്മൾ മടങ്ങിപ്പോവേണ്ടവരാണ്. ഏത് സമയത്തും നമ്മുടെ കയ്യിൽ ഒരു വജ്രായുധം വേണം, അത് തൗബയാണ്, അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങലാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ താബ ഖബ്ല അൻ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ താബല്ലാഹു അലൈഹി. മൻ താബ, ആരെങ്കിലും തൗബ ചെയ്തു, ഖബ്ല അൻ തത്ലുഅ അശംസു, സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുമ്പ്, മിൻ മഗ്രിബിഹാ, അതിൻ്റെ അസ്തമന സ്ഥലത്ത് നിന്ന്, താബല്ലാഹു അലൈഹി, അവൻ്റെ മേൽ അല്ലാഹു തൗബ സ്വീകരിക്കുന്നതാണ്. മഹാനായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്ന ഒരു കാലം വരാനുണ്ട്. അതിൻ്റെ മുമ്പ് ആര് തൗബ ചെയ്താലും അവൻ്റെ തൗബ അല്ലാഹു സ്വീകരിക്കും. നമുക്ക് രക്ഷപ്പെടണം, നമ്മൾ പരാജയപ്പെടാൻ പാടില്ല. മേൽപ്പറഞ്ഞ 3 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഒന്നാമത്തത്, റിളയിലും ഗളബിലും അഥവാ തൃപ്തിയിലും ദേഷ്യപ്പെടുമ്പോഴും ഒക്കെ നീതി ചെയ്യാൻ കൂട്ടുനിൽക്കണം. രണ്ടാമത് പറഞ്ഞത് അൽ ഖസ്ദു ഫിൽ ഫഖ്രി വൽ ഗിനാ, ഐശ്വര്യ സമയത്തും ദാരിദ്ര്യ സമയത്തിലും മിതത്വം പാലിക്കണം. മൂന്നാമത് പറഞ്ഞത് വഖശിയത്തുല്ലാഹി ഫിസ്സിർരി വൽ അലൻ, രഹസ്യത്തിലും പരസ്യമായും അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കാൻ കഴിയണം. ഈ 3 ജീവിത രീതിയും നമുക്ക് വേണം. എന്നതുപോലെ എപ്പോഴും തൗബയിലായിട്ട് വളരണം, തൗബയിലായിട്ട് ജീവിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.